ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സബ്ജക്റ്റ് കോഡ് 4053C ഓട്ടോമൊബൈൽ ചേസിസ് ആൻഡ് ട്രാൻസ്മിഷൻ എന്നുള്ള നമ്മുടെ സബ്ജക്റ്റാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണ CBRൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള ഒരു മുൻധാരണ നിങ്ങൾക്ക് വരുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും ഒന്ന് എൻഗേജ്ഡായിട്ട് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള, അതായത് എക്സാമിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ പോകുമ്പോൾ അതിലിപ്പോൾ കുറച്ചൊന്ന് ഡിസ്കസ് ആവുന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എനിക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, ലേ ഔട്ടാണ്. മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ സ്ട്രക്ചേഴ്സ്, ഓക്കെ, എൻജിനുണ്ട്, ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ യൂണിവേഴ്സൽ ജോയിൻസ് ഉണ്ട്, അതുപോലെ റിയർ ആക്സിൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഓട്ടോമൊബൈൽ ചേസിൻ്റെയും ട്രാൻസ്മിഷൻ്റെയും ഒരു ലേ ഔട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്കൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ എടുത്തതാണ്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഒക്കെ ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കും. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫിഗർ കാണിച്ചത്. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ക്ലച്ച് എന്താണ്, ക്ലച്ച് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ക്ലച്ച് ഓർ ഡിഫൈൻ ദ ക്ലച്ച് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് 2-3 പോയിന്റിൽ നമുക്കത് ഒതുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനവധി പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലച്ച് എന്ന് പറയുമ്പോൾ ദ ക്ലച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, വെൻ 2 ഫ്രിക്ഷൻ സർഫസ് ആർ ബ്രോട്ട് ഇൻ ടു ദ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് പ്രസ്ഡ് ദേ ആർ യുണൈറ്റഡ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, ഇങ്ങനെ ഇത്രയും നമ്മൾ പോയിൻറ്റ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇത്ര പോയിൻറ്റ്സൊക്കെ വരുന്ന സമയത്തും സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലച്ചിൻ്റെ ഒരു ഡിഫൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്നത് ഇറ്റ്സ് എ എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ് ദ എൻജിൻ ബിറ്റ്വീൻ ദ എൻജിൻ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നാണ് നമുക്ക് ക്ലച്ചിനെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ക്ലച്ച് എന്താണ്, ഡിഫൈൻ ദ ക്ലച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, സോ എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ് പർപ്പസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ എൻജിൻ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് ക്ലച്ചിൻ്റെ ഡെഫിനേഷൻ. അത് 1 മാർക്ക് ക്വസ്റ്റ്യനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലാണ് നിങ്ങളത് എഴുതേണ്ടത്. ഓക്കെ, നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലച്ചസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു 8 ടൈപ്പ് ഓഫ് ക്ലച്ചസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലച്ചസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് അതിൽ നമ്മളെല്ലതും ഡിഫൈൻ ചെയ്തതാണ്, ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. പക്ഷേ അതിൽ നമുക്ക് എല്ലാതും പഠിക്കണം. നമ്മളതിൻ്റെ ഫിഗർ വെച്ചിട്ടാണ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അതൊക്കെ വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു 8 ടൈപ്പ് ക്ലച്ചസ്, അതിൽ ഏത് ചോദിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അത് എല്ലാം തന്നെ അതിൻ്റെ ഫിഗർ അടക്കം നമ്മളത് പഠിക്കണം, അത്യാവശ്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഈ 8 ടൈപ്പ് ക്ലച്ചസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ കോൺ ക്ലച്ച്, ഡോ ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വിത്ത് കോയിൽ സ്പ്രിങ്, ഡയഫ്രം ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച്, സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, ദെൻ ഫുള്ളി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആൻഡ് ഫ്ലൂയിഡ് കപ്ലിംഗ്. ഓക്കെ, അതിൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ക്ലച്ച് പറയുന്ന സമയത്ത് ഇറ്റ് ഷുഡ് എൻഗേജ് ഗ്രാജുവലി ടു അവോയ്ഡ് സഡൻ ജർക്സ്. അതായത് നമുക്കൊരു അതിൻ്റെ റിക്വയർമെൻറ്റ് ഓഫ് ക്ലച്ച്, എന്തിനാണ് നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു 2-3 പോയിൻറ്റ്സ് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ചോദിച്ചിട്ടുള്ളത് മുന്നേ എന്താണ് മെയിൻ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 പോയിൻറ്റ്സിനെ കുറിച്ച് 3 പോയിൻറ്റ്സ് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും.
ഓക്കെ, അതിലത്തെ ഒന്നെന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് മാക്സിമം ടോർക്ക് ഓഫ് ദ എൻജിൻ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് മാക്സിമം ടോർക്ക് ഓഫ് ദ എൻജിൻ. അത് മാക്സിമം ടോർക്ക് എൻജിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നു? ക്ലച്ചിന് സാധിക്കുന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഷുഡ് എൻഗേജ് ഗ്രാജുവലി ടു അവോയ്ഡ് സഡൻ ജെർക്സ്. ഓക്കെ, സഡൻ ജെർക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സഡൻ ജെർക്സിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൻ്റെ എൻഗേജിങ്ങും, ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള എൻഗേജിങ് കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ വൈബ്രേഷൻസ് ആൻഡ് ടു എലിമിനേറ്റ് നോയ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ഓക്കെ അവിടെ ഉണ്ടാകുന്ന വലിയ തരത്തിലുള്ള സൗണ്ട്സിനെയും അതുപോലെ തന്നെ വൈബ്രേഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളൊരു റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ ഒരു 3 പോയിൻറ്റ്സ് നമ്മളത് മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു 3 പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് മാക്സിമം ടോർക്ക് ഓഫ് ദ എഞ്ചിനും, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് എൻഗേജ് ഗ്രാജുവലി ടു അവോയ്ഡ് സഡൻ ജെർക്സ്, അതോടൊപ്പം തന്നെ വൈബ്രേഷൻസ് ആൻഡ് ടു എലിമിനേറ്റ് നോയ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പവർ ട്രാൻസ്മിഷൻ. ഈ 3 പോയിൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം അതിൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് ക്ലച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് 8 ടൈപ്പ് ക്ലച്ചസ്. ഓക്കെ, ഒരു 8 ടൈപ്പ് ക്ലച്ചസ് ഉണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് വരുന്ന സമയത്ത് ഏതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് വരുന്ന ഒരു 3 പോയിൻറ്റ്സ് അതും. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ക്ലച്ച് എന്നുള്ളത് ഒറ്റവാക്കിൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന തരത്തിൽ ക്ലച്ച് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ് ബിറ്റ്വീൻ ദ എൻജിൻ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നുള്ള ആ ഒരു രൂപം നമ്മൾ എന്തുണ്ടാക്കിയെടുക്കണം? ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ക്ലച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? റൈറ്റ് ദ നെയിം ഓഫ് എനി 2 ടൈപ്സ് ക്ലച്ച് ലിങ്കേജസ്. ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതിലൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ് ക്ലച്ച് ലിങ്കേജസിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, ക്ലച്ച് ലിങ്കേജസ് 2 ക്ലച്ച് ലിങ്കേജസിനെ കുറിച്ച് എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാവുന്നത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനിലായിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ മെയിനായിട്ടുള്ള ഒരു 5 എണ്ണം എന്ന് പറയുന്നത് ഷാഫ്റ്റ് ആൻഡ് ലിവർ ലിങ്കേജ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഷാഫ്റ്റ് ആൻഡ് ലിവർ ലിങ്കേജ്. അതുപോലെ തന്നെ കേബിൾ ലിങ്കേജ്, ആ കേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലച്ചിനെ നമ്മളെന്ത് പറയുന്നു? കേബിൾ ലിങ്കേജ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ക്ലച്ച് ലിങ്കേജ്. എന്താണ് ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ്? നമ്മൾ ആ ഫ്ലൂയിഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ക്ലച്ച് ലിങ്കേജ്. അതോടൊപ്പം തന്നെ വാക്വം ഓപ്പറേറ്റഡ് ക്ലച്ച് ലിങ്കേജ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ക്ലച്ച് ലിങ്കേജ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിനനുസരിച്ച് എഴുതുകയാണെങ്കിൽ 2 മാത്രം എഴുതിയാൽ മതി. ഇനി അതല്ല, ഇത്തവണ നിങ്ങളോട് പറയുകയാണ് മെൻഷൻ ദ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്ലച്ച് ലിങ്കേജ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് ഈ 5 എണ്ണം ആദ്യം എഴുതുക. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ മുന്നേ പഠിച്ചതാണ്. ആ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഷാഫ്റ്റ് ടൈപ്പിലും എങ്ങനെയാണ് വരുന്നത്, ഓക്കെ, അതിൽ കേബിൾ ലിങ്കേജസിൽ എങ്ങനെയാണ് വരുന്നത്. കേബിൾ ലിങ്കേജ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലച്ച് ലിങ്കേജ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ക്ലച്ച് ലിങ്കേജ് എന്ന് പറയുന്ന സമയത്ത് അതിൽ നമ്മളെന്താണ് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനായിട്ടാണ് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പിന്നെ അതുപോലെ വാക്വം ഓപ്പറേറ്റഡ് ക്ലച്ച് ലിങ്കേജ്. ദെൻ ലാസ്റ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ക്ലച്ച് ലിങ്കേജസിനെ പറ്റിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ അത് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു 7 മാർക്ക് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വരുത്താനാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ,
ഇനിയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ക്ലച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 8 ടൈപ്പ് ക്ലച്ചസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. അതിൽ നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്ലച്ചസ്, അതായത് ഇതിലെ 8 ടൈപ്പ് ക്ലച്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ സിംഗിൾ പ്ലേറ്റ് കോയിൽ സ്പ്രിംഗ് ക്ലച്ച് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. നെക്സ്റ്റ് രണ്ടാമത്തത് വന്ന് പറയണത് ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും 8 എണ്ണത്തിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 7 മാർക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആയിരുന്നു. ഓക്കെ, അതിൽ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ വരുന്ന ടൈമിൽ ഇപ്പോൾ ഞാൻ പറയാം, അതിന് മുന്നേ ആയിട്ട് നമ്മൾ സിംഗിൾ പ്ലേറ്റ് കോയിൽ സ്പ്രിംഗ് ക്ലച്ച് വരുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക. ആ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ പാർട്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ അസൈൻമെൻറ്റിൽ ഓൾറെഡി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടി. ആ ഫിഗർ വരയ്ക്കുമ്പോൾ അതിൻ്റെ നോർമലി അതിൻ്റെ നെയിം അതിൻ്റെ മെൻഷൻ ചെയ്യുന്ന പാർട്സും കൂടി അത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അതായത് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഫിഗർ വരച്ച് അതിൻ്റെ പാർട്സ് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താവണം, ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഏതാണോ ക്ലച്ചാണോ അതോ ടോർക്ക് കൺവേർട്ടർ ആണോ ഏതാണോ ആയിക്കോട്ടെ, എന്താണോ എക്യുപ്മെൻറ്റ്, ആ എക്യുപ്മെൻറ്റ് പാർട്സ് നമ്മൾ നല്ല വൃത്തിക്ക് അത് താഴത്തേക്ക് എഴുതണം. ഓക്കെ, അത് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ പോയിൻ്റായിട്ട് നമ്മുടെ ഡെഫിനിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ എക്സ്പ്ലനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുള്ള പോയിൻറ്റ്സുകളുണ്ട്. ആ പോയിൻറ്റ്സുകൾ നമ്മളൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഓരോ പോയിൻറ്റ്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് അസംബ്ലിയാണ്. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് അസംബ്ലിയാണ്. അതിൽ നോർമലി അതിൽ ഫിഗറുണ്ട്. ആ ഫിഗറിൽ ഇത് മൾട്ടിപ്ലേറ്റും അതുപോലെ തന്നെ സ്പ്രിംഗ് കോയിലും അതിൽ രണ്ടും ഏകദേശം ഒരേമാതിരത്തെ ക്ലച്ചിൻ്റെ ഫിഗറാണ് വരുന്നത്. കുറേ കോമൺ ആയിട്ടുള്ള പാർട്സും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അത് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് തന്നെ അത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പോയിൻറ്റ്സ് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് ഞാനിപ്പോൾ നിങ്ങളുടെ നിന്ന് ഡിഫൈൻ ചെയ്യണില്ല, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത കാരണം കൊണ്ട് തന്നെ അത് ഞാൻ പറയണില്ല. അടുത്തത് മൂന്നാമത്തത് എന്താണ്, കോൺ ക്ലച്ചാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ് കോൺ ക്ലച്ച്. നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന തരത്തിലുള്ളതാണ്. ഫിഗർ വളരെ എളുപ്പമാണ്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. ഓക്കെ, അതിൽ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സും വളരെ എളുപ്പമാണ്. ഓക്കെ, അതിൽ ഇന്നർ കോണിൻ്റെയും ഔട്ടർ കോണിൻ്റെയും ആ സെക്ഷൻ വെച്ചുകൊണ്ട് നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റ് ഉള്ളിൽ വന്നിട്ട് എൻഗേജ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസ്സിലെടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ഇപ്രാവശ്യം ചാൻസ് ഉള്ളതാണ്. അതിൽ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒന്ന് സൈഡ് വ്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡ് വ്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്, ഒരു സെക്ഷണൽ വ്യൂ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സെക്ഷണൽ വ്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷണൽ വ്യൂവിലാണ് നമ്മുടെ സ്പൈഡർ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഓർ സ്ലൈഡിങ് ഷൂസ് കൊടുത്തിട്ടുള്ളത്, ഡ്രൈവിംഗ് ഷാഫ്റ്റ് കൊടുത്തിട്ടുള്ളത്, ഹെലിക്കൽ ടെൻഷൻ സ്പ്രിങ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ CBRൻ്റെ ടൈമിൽ നമ്മളത് കൃത്യമായിട്ട് നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യത്തിലൊരു ഡൗട്ട് വേറെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ്, നമ്മളൊരു ബോർഡ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ആ ഫിഗർ കൃത്യമായിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ പാർട്സ് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ പാർട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് അത് എഴുതേണ്ടി വരും. അപ്പോൾ എഴുതുമ്പോൾ തന്നെ എന്തായി, ആ ഫിഗറിൻ്റെയും ആ നമ്മൾ വരയ്ക്കുന്ന ആ ഫിഗറിൻ്റെയും ആ ഡയഗ്രത്തിൻ്റെയും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പാർട്സിനെയും പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ വരും. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഇസ് എ ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക്കൽ മെക്കാനിക്കൽ ക്ലച്ച് ദാറ്റ് എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് ബേസ്ഡ് ഓൺ ദ റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ദ എൻജിൻ. ഓക്കെ, ആ ഒരു പോയിൻ്റ് നമ്മൾ കൊടുക്കുക. അത് പറയുമ്പോൾ നമ്മളെല്ലാം ഒരുവിധം എല്ലാ ക്ലച്ചിൻ്റെയും കുറച്ച് സിമിലർ ആയിട്ടുള്ള ഡെഫിനിഷൻസും പോയിൻറ്റ്സും ഉണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, കുറേയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ക്ലച്ചിനെ പറ്റി ചോദിക്കുന്ന സമയത്തും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമിന് നമുക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നും ചെയ്യും. അതുപോലെ തന്നെ കമ്പോണൻസ്, അതിലുള്ള നമ്മൾ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുള്ള ഓരോ കമ്പോണൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ക്ലച്ച് ഷൂസ്. ഓക്കെ, ക്ലച്ച് ഷൂസ് പറയുമ്പോൾ ദീസ് ആർ അറ്റാച്ച്ഡ് ടു ദ എൻജിൻസ് ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ആർ ഫ്രീ ടു മൂവ് റേഡിയലി. അതായത് നമുക്കറിയാം അത് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അത് മൂവ് ചെയ്യുന്നത് റേഡിയലി വളരെ ഫ്രീ ആയിട്ടാണെന്നുള്ള കാര്യം നമുക്ക് വളരെ അറിയാം. ഫ്രീ ടു മൂവ് റേഡിയലി, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് അറിയാം ഓൾറെഡി. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ക്ലച്ച് ഷൂസിനെ സെപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലച്ച് ഡ്രമ്മ്. ഓക്കെ, ക്ലച്ച് ഡ്രമ്മിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക, അതിനകത്തുള്ള സ്പ്രിങ്സിനെ പറ്റിയിട്ട്, എൻഗേജ്മെൻറ്റ് സ്പ്രിങ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരിയസ് ഫങ്ഷൻസ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ കീയിൽ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള മാർക്ക് നമുക്ക് വീഴുക. ഓക്കെ, അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻസ്. ഇവിടെ ഈ ടൈപ്പ് ക്ലച്ചസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യണത്? ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യണത് സ്മോൾ എൻജിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്കൂട്ടേഴ്സ് ആൻഡ് മോപ്പഡ്സ്. ഓക്കെ, സ്കൂട്ടേഴ്സ് നമ്മൾ എന്താ പറയുക, ഗിയറില്ലാത്ത വെഹിക്കിൾസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കൂട്ടേഴ്സ് ആൻഡ് മോപ്പഡ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. ദ ഓപ്പറേഷൻസ് ഫോർ ദ റൈഡർ. ഓക്കെ, സിംപ്ലിഫൈ ദ ഓപ്പറേഷൻ ഫോർ ദ റൈഡർ. അതായത് ഡ്രൈവറുടെ മറ്റേ വെഹിക്കിൾ മൂവിങ് ഓപ്പറേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ക്ലച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആയിട്ട് കുറേ ടൈപ്പ്, അതായത് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്ലച്ചസിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആയിട്ടുള്ള കുറേ ക്ലച്ചസ് അതിൻ്റെ അതായത് നമ്മുടെ യൂസ്ഫുള്ളിനുള്ള സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജാണ്. ആ അഡ്വാൻറ്റേജ് പറയുമ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് മറ്റുള്ള ക്ലച്ചസിലും എഴുതാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജസാണ്. ഓക്കെ, അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് എക്സാമിന് വളരെ ക്ലെവറായിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടി. ഓക്കെ, ഇത് നമ്മൾ ഒരു പ്രീ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ല വെച്ചെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് മിനി ഡിസ്കഷൻ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് എന്താണ്, നമ്മളെപ്പോലുള്ള ഒരാൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളിൽ മാക്സിമം നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. ചില ക്ലച്ചസിൻ്റെ സിമിലറായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ അത് കോമൺ ആയിട്ടും മനസ്സിലാക്കേണ്ടി വരും. അത് കോമൺ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും, അത് എന്തൊക്കെയാണ് ഇതിലുള്ള മാറ്റം എന്നുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. ഓക്കെ, സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുമ്പോൾ അതിൽ എൻജിൻ ഷാഫ്റ്റ് ഉണ്ട്, ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ട്, അതുപോലെ പ്രഷർ പ്ലേറ്റ് ഉണ്ട്, ലിവർ ഉണ്ട്, അതുപോലെ ക്ലച്ച് ഷാഫ്റ്റ് ഉണ്ട്, ക്ലച്ച് സ്പ്രിങ് ഉണ്ട്, ഫ്ലൈ വീൽ ഉണ്ട്. അപ്പോൾ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ യൂസിന് ഹൈ പവേർഡ് എൻജിൻസ് ആൻഡ് റേസിംഗ് കാഴ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഈ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ 2 പോയിൻ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലച്ച് ഓപ്പറേഷൻ ഈസ് വെരി ഈസി. ഓക്കെ, ദെൻ ലെസ് സ്റ്റിഫ് ക്ലച്ച് സ്പ്രിങ്സ് ആർ യൂസ്ഡ് ആസ് ദ ഓപ്പറേറ്റ് ഓൺലി അറ്റ് ലോ എൻജിൻ സ്പീഡ്. ലോ എൻജിൻ സ്പീഡ്സിൻ്റെ സമയങ്ങളിലും നമുക്കിത് വളരെ ഈ ഒരു ടൈപ്പ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അതേപോലെ തന്നെ. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിഗർ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിഗർ വരയ്ക്കാം. ആ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ പാർട്സ്, ഓക്കെ, ഡിഫറെൻറ്റ് പാർട്സ്, ഡിഫറെൻറ്റ് റീജിയൻസ് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. എന്നിട്ട് താഴെ ആദ്യത്തെ പോയിൻ്റായിട്ട് എപ്പോഴും വേണ്ടത് എന്താണ്, ഇത് ഡിഫറെൻറ്റ് റീജിയൻസ് ആണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓരോന്ന് എഴുതാം. ഓക്കെ, അതിൽ ആ ഓരോ കമ്പോണൻസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അടുത്തത് കോമൺ ആയിട്ടുള്ള ക്ലച്ചസിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും കൂടി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7 മാർക്ക് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ വാല്യുവേറ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു പേപ്പറിൽ വേറെ രീതിയിൽ ചിന്തിക്കില്ല. അതിൽ എന്തായാലും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് തരാനുള്ളത് നോക്കുള്ളൂ. എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഞാൻ അടുത്തത് ഡയഫ്രം ക്ലച്ചാണ്. ഈ ഡയഫ്രം ക്ലച്ച് ഇതേപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സൈഡ് വ്യൂ ഫിഗറാണ് തന്നിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ താഴെ ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ പാർട്സും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ. ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ നമ്മൾ പറയുന്ന സമയത്ത്
ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീലും ഏകദേശം ടോർക്ക് കൺവേർട്ടറും ഏകദേശം ഒരേ മാതിരിയാണ്. ഓക്കെ, ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീലിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു വോർട്ടെക്സ് ഫ്ലോ ഉള്ള ഒരു, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതിലൊരു വോർട്ടെക്സ് ഫ്ലോ ഉള്ള ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, എനി സഡൻ ലോഡ് ഈസ് കുഷ്യൻഡ് ആൻഡ് അബ്സോർബ്ഡ് ബൈ ദ ഫ്ലൂയിഡ് കപ്ലിംഗ് സോ ദാറ്റ് ഡൈനാമിക് സ്ട്രെസ്സസ് ഓർ ബ്രേക്കേജസ് ഓഫ് ദ ഗിയർ ടീത്ത് ഓഫ് ദ മെക്കാനിസം ആൻഡ് ഫൈനൽ ഡ്രൈവ് ആർ റെഡ്യൂസ്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് നമുക്ക് എന്തുണ്ട്, ആ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ മുഖാന്തരം എന്ത് ചെയ്യും, ആ ഫ്ലൈ വീലിനകത്തും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഓപ്പറേഷനൊക്കെ സാധ്യമാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ക്ലച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ടോർക്ക് കൺവേർട്ടർ. ഓക്കെ, വാട്ട് ഈസ് ടോർക്ക് കൺവേർട്ടർ? അതിൽ ടോർക്ക് കൺവേർട്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചിത്രം വരയ്ക്കണം. ആ ചിത്രം വരയ്ക്കുന്ന ടൈമിൽ നമുക്കറിയാം ടോർക്ക് കൺവേർട്ടർ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ പവർ ഫ്രം ദ എഞ്ചിൻ ടു ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ആ ഫിഗർ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പമ്പ്, സ്റ്റേറ്റർ, ടർബൈന്, ക്രാങ്ക് ഷാഫ്റ്റ്, ഈ സാധനങ്ങളൊക്കെ ഒപ്പം വരയ്ക്കണതിൻ്റെ ഇത് എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും CBRൻ്റെ സമയത്തൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നോർമലി അത് നമുക്ക് ടോർക്ക് കൺവേർട്ടറിനെ പറ്റിയൊരു 10 പോയിൻ്റ് എനിക്കറിയാം. ഓക്കെ, എന്താണ് ടോർക്ക് കൺവേർട്ടർ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 10 പോയിൻ്റ് എനിക്കറിയാമെന്നുള്ള എല്ലാവരും ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയലും കൂടി നോക്കി അതൊന്ന് ഓർമ്മ തട്ടിയെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, കൃത്യമായിട്ടത് എഴുതുക. ഫിഗർ, പാർട്സ് മെൻഷനിങ്, അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അതിൽ നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, അതിലൊന്ന് വോർട്ടെക്സ് ഫ്ലോ ആണ്, ഒന്നെന്താണ് റേഡിയൽ ഫ്ലോ ആണ്. അതിൽ അങ്ങനെ ഉള്ള ആ ഒരു ഭാഗങ്ങളുണ്ട്. അതിലുള്ള ടർബൈൻ്റെ കേസിൽ ടർബൈൻ ഏത് ടൈപ്പ് ടർബൈനാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അത് ഹൈ വോർട്ടെക്സ് എങ്ങനെയാണ് വരുന്നത്, ഹൈ വോർട്ടെക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, ഓക്കെ, ദിസ് ഹാപ്പൻസ് നോർമലി വെൻ ദ സ്പീഡ് ഓഫ് ദ ഇമ്പല്ലർ ആൻഡ് ദ ടർബൈൻ ആർ ഇൻ ദ സെയിം സ്പീഡ്. ആ സമയത്ത് ഇമ്പല്ലറിനും ടർബൈൻ്റെയും ഒപ്പം സെയിം സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവും. അപ്പം നമുക്ക് മാക്സിമം പവർ നമുക്ക് എന്ത് ചെയ്യാൻ വേണം, അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോർക്ക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ആ ടോർക്ക് അപ്പോൾ മാക്സിമം ആക്കിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വോർട്ടെക്സ് ഫ്ലോ, റേഡിയൽ ഫ്ലോ ഉള്ള ഫ്ലൂയിഡുകളെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ CBRൻ്റെ ടൈമിലും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു 3.5-4 മാർക്കിൻ്റെ ചിത്രം നല്ല വൃത്തിക്ക് നല്ല മനസ്സിലാവുന്ന തരത്തിൽ വരച്ചിട്ട് അതിന് ശേഷമുള്ള ആ ഭാഗങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള പോയിൻ്റുകളെല്ലാം കൂടിയിട്ട് അതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള അനലൈസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം തന്നെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് അത് എഴുതിയൊരു 7 മാർക്ക് മുഴുവനായിട്ട് നമുക്ക് കിട്ടാവുന്ന തരത്തിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, അത് എഴുതാൻ വേണ്ടി. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, പാർട്ടികളിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ക്ലച്ച് യൂസ്ഡ് ഇൻ എ മോട്ടോർ സൈക്കിൾ. ഓക്കെ, മോട്ടോർ സൈക്കിളിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്ലച്ച് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ മൾട്ടി പ്ലേറ്റ് ക്ലച്ചാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, മൾട്ടി പ്ലേറ്റ് ക്ലച്ചാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മളത് പ്രാവശ്യം എക്സാമിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, സമ്മേറ്റീവിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അത് അറിയുണ്ടാവും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീഡ് ഫോർ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ്. ഓക്കെ, ട്രാൻസ്മിഷൻ ഗിയർ ബോക്സുകൾ, അതായത് മാനുവൽ ട്രാൻസ്മിഷൻ വേണ്ടി ഗിയർ ബോക്സ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഡിഫറൻറ്റ് ടോക്സ് ആൻഡ് സ്പീഡ്സ്. എന്തിനാണ് ഗിയർ ബോക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, റോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, റിക്വയർഡ് ടു ഓവർകം ദ ഫോളോയിങ് റെസിസ്റ്റൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസുകൾ നമ്മൾ ഓവർകം ചെയ്തിട്ട് വെഹിക്കിളിന് നല്ല ഗ്രാജുവലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഓക്കെ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗിയർ ബോക്സുകൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ എയർ റെസിസ്റ്റൻസ്, അതുപോലെ ഗ്രേഡിയൻ്റ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ലോഡ് ഓൺ വെഹിക്കിൾ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിയർ ബോക്സുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ആർ ദ നീഡ്സ് ഫോർ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റെസിസ്റ്റൻസ് നമ്മൾ
അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ബോക്സസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ബോക്സസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്ന 3 ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. സെക്കൻഡ് വണ്ണ് കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. തേർഡ് വൺ സിങ്ക്രണോ മെഷ് ഗിയർ ബോക്സ് ആണ്. ഈ 3 ഗിയർ ബോക്സും നമ്മൾ വരച്ച് തന്നെ പഠിക്കണം. അത് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ നോർമലി അത് നമ്മൾക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യം ഫസ്റ്റ് പാർട്ട് എയിലും അതുപോലെ തന്നെ പാർട്ട് ബിയിലും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ പാർട്ട് സിയിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കാവുന്ന അത്തരത്തിലുള്ള ഒരു പാർട്ടാണിത്. കാരണം ടൈപ്സ് ഓഫ് ഗിയർ ബോക്സസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സും കോൺസ്റ്റൻറ്റ് മെഷും അതോടൊപ്പം തന്നെ സിങ്ക്രണോ മെഷും 3 ടൈപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. ഇതിൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പാർട്ട് സിയിൽ നമ്മളോട് ചോദിച്ചു, അതായത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് റൈറ്റ് ദ വർക്കിംഗ് ഓഫ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് വിത്ത് നീഡ് സ്കെച്ച് എന്നായിരുന്നു. അതായത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ ഒരു നല്ലൊരു ഫിഗർ വരച്ചുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് CBRൻ്റെ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്. വാട്ട് ഈസ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇറ്റ്സ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ദ മോഡേൺ വെഹിക്കിൾസ്. അപ്പോൾ അതിൽ നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരു ഫിഗർ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു സൈഡ് വ്യൂവിൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഗിയറും അതിൻ്റെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ആ ഡിസൈൻ നമ്മൾ അസൈൻമെൻറ്റിൽ വരച്ചതാണ്. അതോടൊപ്പം തന്നെ CBRൻ്റെ ടൈമിൽ നമ്മൾ വരച്ച് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫെമിലിയർ ആയിരിക്കും. ഇതിൽ ഒരു മെയിനായിട്ടുള്ള പാർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലച്ച് ഷാഫ്റ്റ് അതുപോലെ തന്നെ ക്ലച്ച് ഗിയർ. ഓക്കെ, അതിൽ ഫസ്റ്റ് ആൻഡ് റിവേഴ്സ് ഗിയർ ഉണ്ട് ഈ സൈഡിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് ഹൈ സ്പീഡ് ഗിയർ ഉണ്ട്. ദെൻ ഇതിലൊരു മെയിൻ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ താഴെയുള്ളത് എന്താണ്? ലേ ഷാഫ്റ്റ്, കൗണ്ടർ ഷാഫ്റ്റാണ്. ദെൻ ഇത്രയും ഭാഗത്തിൽ നമ്മൾ ഈ ക്ലച്ച് ഗിയറും അതുപോലെ തന്നെ ലേ ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ പാർട്ട് എ ആൻഡ് ബി, അതായത് ഈ പാർട്ട് എ ആൻഡ് ബി എന്നുള്ള ഭാഗത്തെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് വരയ്ക്കണം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഫിഗർ വരച്ച് അതിൻ്റെ പാർട്സ് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പോയിൻ്റായിട്ട് ദ മെയിൻ പാർട്സ് ആൻഡ് ദ മെയിൻ റീജിയൻസ് ഓഫ് ദ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് അത് എഴുതുക. അത് എഴുതിയിട്ട് അത് താഴത്തേക്ക് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മുടെ പോയിൻറ്റ്സ് ഇതാ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിൻറ്റ്സ് ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. ഇൻ ദിസ് ഗിയർ ബോക്സ് ദ ഗിയേഴ്സ് ആർ മൗണ്ടഡ് ഡയറക്റ്റ്ലി ഓൺ ദ മെയിൻ ഷാഫ്റ്റ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എടുത്ത് പഠിക്കുക. ഓക്കെ, നമ്മളിത് എക്സാമിൻ്റെ മുന്നേ പഠിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മളതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു 5-6 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിനനുസരിച്ചിട്ട് പോയിട്ട് നല്ല വൃത്തിക്ക് ചോദിച്ചതിനനുസരിച്ചിട്ട് എക്സാം എഴുതാം. അടുത്തത് അതേമാതിരി തന്നെ എന്താണ്, നമുക്ക് സ്ലൈഡിംഗ് മെഷ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ് പ്രതീക്ഷിക്കാം എന്നൊന്നും വിചാരിക്കേണ്ട. അതിൽ ചിലപ്പോൾ സ്ലൈഡിങ് തന്നെ ചോദിക്കാം, ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് ചോദിക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിൽ ഫിഗറിനൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. ഫിഗറൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡോഗ് ക്ലച്ചിൻ്റെ ഒക്കെ ഒരു കടന്നുവരവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് ഷാഫ്റ്റ് അതുപോലെ തന്നെ കൗണ്ടർ ഷാഫ്റ്റ്, ഓക്കെ, ഈ രണ്ടെണ്ണവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ലേ ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് കൗണ്ടർ ഷാഫ്റ്റാണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഡോഗ് ക്ലച്ചുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഡോഗ് ക്ലച്ചുകൾ വരുന്ന സമയത്ത് അതിനൊരു സ്പെഷ്യൽ പർപ്പസ് വേറെ ഉണ്ട്. പിന്നെ അതുപോലെ റിവേഴ്സ് ഗിയർ ഉണ്ട്, മെയിൻ ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫിഗർ നമ്മൾ വരയ്ക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാർട്സ് അടയാളപ്പെടുത്തുക. ഇൻ ദിസ് ഗിയർ ബോക്സ്, okay, in this gearbox the gears of the main shaft are always in mesh with the corresponding gears of the counter shaft. വേറെ ഒന്നുമില്ല, ഈ ഫിഗറിലുള്ള അതേ സാധനം എന്തുണ്ട് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലച്ച് ഷാഫ്റ്റും കൗണ്ടർ ഷാഫ്റ്റും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് ഗിയേഴ്സ് ഓഫ് ദ കൗണ്ടർ ഷാഫ്റ്റ് അത് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത്തരത്തിലുള്ള ഫിഗറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഫിഗറുകൾ തന്നെ നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്. ദ മെയിൻ ഷാഫ്റ്റ് ഈസ് സ്പ്ലൈൻഡ്. ഓക്കെ, അതെടുക്കുക. ഇൻ ബിറ്റ്വീൻ ദ സ്പ്ലൈൻഡ് മെയിൻ ഷാഫ്റ്റ് ആൻഡ് ഗിയേഴ്സ് ബുഷസ് ആർ പ്രൊവൈഡഡ്.
ആ പോയിൻ്റ് എടുക്കുക. അതുപോലെ ദ ഫിക്സഡ് ഡോ ക്ലച്ച് ഈസ് പ്ലൈൻഡ് ഓൺ ദ മെയിൻ ഷാഫ്റ്റ് ഗിയർ, ആ പോയിൻ്റ് എടുക്കുക. അങ്ങനെയുള്ള എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തരത്തിലുള്ള അത്ര ഒരു 5-6 പോയിൻറ്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ എപ്പോഴും എഴുതാവുന്ന തരത്തിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, മറ്റുള്ള ഈ ഗിയർ ബോക്സസിനെ അപേക്ഷിച്ചുകൊണ്ട് കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിനുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ഓക്കെ, അഡ്വാൻറ്റേജസ് പറയേണ്ടത് പവർ ട്രാൻസ്മിഷൻ ഈ സ്മൂത്ത്. ഓക്കെ, ഇതിലിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നു വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, അഡ്വാൻറ്റേജ് നമ്മൾ എഴുതുന്ന സമയത്ത് അത് 3 പാർട്ടായിട്ട് എഴുതുക. പവർ ട്രാൻസ്മിഷൻ ഈ സ്മൂത്ത്. ഓക്കെ, വെൻ ഹെലിക്കൽ ഗിയേഴ്സ് ആർ എൻഗേജ്ഡ് ബിക്കോസ് മോർ ദാൻ 1 ടൂത്ത്സ് ഇൻ കോൺടാക്ട് അറ്റ് എ ടൈം. ഓക്കെ, അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് തന്നെ എഴുതുക. അതുപോലെ ഈസി ടു എൻഗേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ, ഡബിൾ ഡീ ക്ലച്ചിങ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ തന്നെ നമുക്ക് 7 മാർക്ക് എന്തായാലും കിട്ടും ഉറപ്പായിട്ടും. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യണത് ഗിയർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമ്മൾ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്ലാനറ്ററി ഗിയേഴ്സ് ആണ്. ഓക്കെ, പ്ലാനറ്ററി ഗിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ ക്ലാസ്സിൽ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു റിംഗ് ഗിയർ ഉണ്ടായിരിക്കും. ആ റിംഗ് ഗിയറിനകത്ത് ഒരു 3 പ്ലാനറ്ററി ഗിയേഴ്സ് ഉണ്ടായിരിക്കും. അത് എല്ലാം തന്നെ കണക്ട് ചെയ്തിട്ടുള്ളത് സൺ ഗിയറുമായിട്ടായിരിക്കും, സെൻട്രലുള്ള ഒരു സൺ ഗിയറുമായിട്ട്. അപ്പോൾ സൺ ഗിയറിൽ ഒരു സൺ ഗിയർ ഉണ്ടായിരിക്കും സെൻട്രലിൽ. ആ സെൻട്രൽ പാർട്ടിൽ 3 ഭാഗത്തായിട്ട് ആംഗിളിൽ, ഓക്കെ, ആ ആംഗിളിൽ 120, 120, 120ൽ ഒരു പ്ലാനറ്ററി ഗിയേഴ്സ് ഉണ്ടായിരിക്കും. 3 പ്ലാനറ്ററി ഗിയേഴ്സും അതിൻ്റെ തൊട്ട് ഔട്ട്സൈഡിലായിട്ട് അതിൻ്റെ റിങ്, അതായത് ഈ റിങ്ങിൽ അതിൻ്റെ പേര് റിംഗ് ഗിയർ എന്നായിരിക്കും. അപ്പോൾ റിംഗ് ഗിയറും പ്ലാനറ്ററി ഗിയറും കൂടി കണക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? സൺ ഗിയറിലായിരിക്കും. ഓക്കെ, അപ്പം മ്യൂച്വലി അവ എല്ലാം തന്നെ കണക്റ്റഡ് ആയിരിക്കും. അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷനും. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രോയിങ് വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻസാണ്. പ്ലാനറ്ററി ഗിയേഴ്സ് ആർ ടിപ്പിക്കലി ക്ലാസിഫൈഡ് ആ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് പ്ലാനറ്ററി ഗിയേഴ്സ്. ഓക്കെ, അത് നമുക്ക് എഴുതാമല്ലോ, വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന പോയിൻറ്റ്സ് ആണ്. കോമ്പൗണ്ട് പ്ലാനറ്ററി ഗിയേഴ്സ് ഇൻവോൾവ് 1 or more the following 3 types of structures. ഓക്കെ, അതിനകത്ത് മെഷ്ഡ് പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റും, സ്റ്റെപ്പ് പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റും, അതുപോലെ മൾട്ടി സ്റ്റേജ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാൻ പറ്റും. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധയിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഒന്ന് നോക്കി നമ്മൾ ആ CPR ടൈമിലൊക്കെ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വരച്ച, അസൈൻമെൻറ്റ് സമയത്ത് വരച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊന്നും കൂടി പഠിച്ച് കൃത്യമാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മൊഡ്യൂളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഓൾ വീൽ ഡ്രൈവ്. ഓക്കെ, ഓൾ വീൽ ഡ്രൈവിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള നമ്മുടെ ഡ്രൈവുള്ള തരത്തിലുള്ള സിസ്റ്റം. ഓക്കെ, അതിൻ്റെ മെയിനായിട്ടുള്ള പാർട്സ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും വരയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട, ജസ്റ്റ് അതൊരു ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡിഫറൻഷ്യലും വരയ്ക്കാനൊക്കെ നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നേരെ വെച്ചൊരു ബോക്സ് സിസ്റ്റമായിട്ട് മാത്രം കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എൻജിനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിന് തൊട്ടടുത്തുള്ള ഒരു ബോക്സിൽ ഇപ്പുറത്ത് ആംഗിൾ ട്രാൻസ്മിഷൻ എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിഷൻ സിസ്റ്റം ആണെന്ന് കൊടുക്കുക. അടുത്ത് ഫ്രണ്ട് ആക്സിൽ ഡിഫറൻഷ്യൽ ആണെന്നുള്ളത് കൊടുക്കുക ഈ ബോക്സിൽ. അതുപോലെ തന്നെ പ്രൊപ്പലർ ഷാഫ്റ്റ്. ഓക്കെ, നമ്മൾ പ്രൊപ്പലർ ഷാഫ്റ്റ്, ഇതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് പറയുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളോട് പറയുകയാണ്, സ്ലിപ്പ് ജോയിൻറ്റ്. ഓക്കെ, എന്താണ് സ്ലിപ്പ് ജോയിൻറ്റ്? കഴിഞ്ഞ പ്രാവശ്യം 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്ലിപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്ലിപ്പ് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് കൺട്രോൾ ദ പ്രൊപ്പലർ ഷാഫ്റ്റാണ്. ഓക്കെ, പ്രൊപ്പലർ ഷാഫ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻ്റാണ് എന്ത്, സ്ലിപ്പ് ജോയിൻറ്റ്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽ വെക്കുക, എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതുക. ഓക്കെ, ദെൻ റിയർ ആക്സിൽ ഡ്രൈവ് ഉണ്ട്, ഫ്രണ്ട് ആക്സിൽ ഡ്രൈവ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുക. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫിഗർ വരച്ചിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ പാർട്സൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് മാത്രമാക്കുക. എന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. ദെൻ അടുത്തതായിട്ടുള്ള പോയിൻ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു 2-3 പോയിൻ്റ് നോക്കി വെക്കുന്നത് ഏറ്റവും നല്ലത് ഇതാണ്. ഓൾ വീൽ ഡ്രൈവും അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു 3 പോയിൻ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും, ഡിഫറൻഷ്യേറ്റ് ഓൾ വീൽ ഡ്രൈവ് ആൻഡ് 4 വീൽ ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ഓൾ വീൽ ഡ്രൈവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ വീൽ ട്രാൻസ്ഫറിങ് ദ പവർ.
ഓക്കെ, ആ ഓൾ വീലിലേക്ക്, അത് എല്ലാ വീലിലേക്കും നമ്മൾ എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്യും. ഓൾ വീൽ ക്യാൻ ട്രാൻസ്ഫർ ദ പവർ. അത് 4 വീൽ ഡ്രൈവിലും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓൾ വീൽ ഡ്രൈവിലും ഉള്ള ഒരു പ്രത്യേകതയാണ്. നോ ഓപ്ഷൻ ടു ഡിസ്കണക്ട് എനി ആക്സിൽ ഫ്രം എൻജിൻ. ഓക്കെ, ദെൻ യു ക്യാൻ ഡിസ്കണക്ട് ആക്സിൽ ഫ്രം എൻജിനാണ് എന്ത് വരിക, 4 വീൽ ഡ്രൈവിൽ വരും. നോ ഡ്രൈവ് മോഡ് പ്രൊവൈഡഡ് ഫോർ സ്വിച്ചിങ്. ഓക്കെ, ഡ്രൈവ് മോഡ്, അതായത് സ്വിച്ചിങ് മോഡിൽ, അതായത് ഒരു സ്വിച്ചിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു സ്വിച്ചിങ്ങിൽ നമുക്ക് അതിൻ്റെ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ 4 വീൽ ഡ്രൈവിൽ എന്ത് ചെയ്യാൻ പറ്റും, 2 വീൽ ഡ്രൈവിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഓൾ വീൽ ഡ്രൈവിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, 2 വീൽ ഡ്രൈവിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ്. ഓക്കെ, യൂണിവേഴ്സൽ ജോയിൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വാരിയബിൾ വെലോസിറ്റി ഉണ്ട്. അതിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഒരു 3 പോയിൻ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാരിയബിൾ വെലോസിറ്റിയിൽ എന്തുണ്ട്, ഒരു 2 പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ട്, പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് എന്തെല്ലാം അത് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഞാൻ അസൈൻമെൻറ്റിൽ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നോക്കുക ആ ഫിഗർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഓക്കെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്: യൂണിവേഴ്സൽ ജോയിൻറ്റ്, സ്ലിപ്പ് ജോയിൻറ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഗിയർ ബോക്സ്, യു ജോയിൻറ്റ്, അതുപോലെ ഫൈനൽ ജോയിൻറ്റ്. യു ജോയിൻറ്റ് പറയുമ്പോൾ യൂണിവേഴ്സൽ ജോയിൻറ്റ്. ഓക്കെ, ഇത്തരം ഭാഗങ്ങൾ ഒപ്പം തന്നെ അതിൽ ഡിഫറെൻറ്റ് പാർട്സ്. നമ്മൾ CBRൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. CBR ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, ഷാഫ്റ്റ്, അതുപോലെ 1 or 2 യൂണിവേഴ്സൽ ജോയിൻറ്റ്സ്, സ്ലിപ്പ് ജോയിൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ. സ്ലിപ്പ് ജോയിൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തിനാണ് സ്ലിപ്പ് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ലെങ്ത്ത് അഡ്ജസ്റ്റിംഗ് പർപ്പസ്, ഇതാണെന്ത്, സ്ലിപ്പ് ജോയിൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ ട്രാൻസ്ഫർ ബോക്സ് അറിയുന്ന സമയത്ത് നമ്മൾ എന്താണ്, 4 വീൽ ഡ്രൈവിലും അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. അതായത് എന്താവണം, അത് 2 റിയർ സൈഡിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ സൈഡിലേക്കും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ കേസിന് അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ അതും ആ ഒരു ഫിഗർ നമ്മൾ പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു 3 പോയിൻ്റ് ഉണ്ട്, അതും പഠിച്ച് വയ്ക്കുക. ഓക്കെ, അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻഷ്യലിൻ്റെ ഒരു പാർട്ടാണ്. ഡിഫറൻഷ്യൽ പറയുമ്പോൾ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷേ ഡിഫറൻഷ്യലിൻ്റെ ഭാഗങ്ങൾ നമുക്കിതൊന്നും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സ്മോൾ ഗിയർ, അടുത്തത് ലാർജ് ഗിയർ, അടുത്തത് റൊട്ടേറ്റിംഗ് കേജ്, അല്ലെങ്കിൽ സ്മോൾ ഗിയർ, പിനിയൺ, ക്രൗൺ വീല്, ഇന്നർ ഹാഫ് ഷാഫ്റ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഔട്ടർ ഹാഫ് ഷാഫ്റ്റ്, ലാർജർ ഗിയർ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തരം ഫിഗർ നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ പാർട്സ് കംപ്ലീറ്റ് നമുക്ക് എടുത്തിട്ട് അത് പഠിക്കാൻ വേണ്ടി പറ്റും. ഡിഫറൻഷ്യൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഡിഫറൻഷ്യലിനകത്ത് മൊത്തം ഗിയറിംഗ് സിസ്റ്റം ഉള്ളത്, അതിനകത്തുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഡിഫറൻഷ്യലിൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറൻഷ്യലുമായി എന്തെന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള, അല്ലെങ്കിൽ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഫിഗർ എന്ന് പറഞ്ഞ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ. ഓക്കെ, അതിൽ എല്ലാ കാര്യങ്ങളും ഏകദേശം ഉണ്ടായിരിക്കും. അത് നമുക്കതിൻ്റെ സൈഡ് വ്യൂ മാതിരി തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ മാതിരി തന്നെ നമുക്ക് വരച്ച് പിടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മെയിൻ പാർട്സ് നമ്മൾ എടുത്തെഴുതുക. അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെയാണ് അതിനടുത്തുള്ള വർക്ക്. ഓക്കെ, ഓരോ വർക്കുകളും നമ്മളത് മെൻഷൻ ചെയ്യുക. ഇനി അടുത്തത് എന്താ പറയുക, അതിൻ്റെ എങ്ങനെയാണ് അത് സ്ട്രെയിറ്റിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്സിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അതിനെക്കുറിച്ചിട്ടൊന്ന് നമ്മൾ മെറ്റീരിയൽ നോക്കിയിട്ട് വായിച്ച് നോക്കുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു എക്സാമിൻ്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ നമ്മളെന്ത് ചെയ്യുക, അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻ്റർ ആക്സിൽ ഡിഫറൻഷ്യലാണ്.
കഴിഞ്ഞ പ്രാവശ്യം അത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ CBR ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്ററാക്സൽ ഡിഫറൻഷ്യലിൻ്റെ ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇൻ്ററാക്സൽ ഡിഫറൻഷ്യലിനെ പറ്റി 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റും കൂടി എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ആ ഫിഗർ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ അസൈൻമെൻറ്റിൽ അത് വരച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഫിഗർ ഫെമിലിയറാണ്. ഓക്കെ, അപ്പോൾ ഇൻ്ററാക്സൽ ഡിഫറൻഷ്യലിനെ കുറിച്ച് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരച്ചിട്ട് 2 പോയിൻ്റ് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടയർ പ്രഷർ മോണിറ്റേഴ്സാണ്. ഓക്കെ, അത് നമുക്ക് അതിൽ പോകുമ്പോൾ ഇതിൽ നമ്മൾ ടയർ പ്രഷർ മോണിറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോഴേ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് TPM എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ TPM എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് TPM എന്ന് പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്റർ എന്നാണ്. ഓക്കെ, അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ആ TPMൻ്റെ എക്സ്പാൻഷൻ മാത്രം ചോദിക്കും. അടുത്തത് ടയർ പ്രഷർ മോണിറ്റർ എന്ന് TPMൻ്റെ, അങ്ങനെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ടയർ പ്രഷർ മോണിറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അത് ഇൻഫ്ലേഷൻ പ്രഷർ എത്രയാണ്, ഓക്കെ, അതിൻ്റെ വാണിംഗ് ലാമ്പ് എപ്പോഴാണ് ട്രിഗർ ആവുക, ഓക്കെ, അതിൽ എത്രയാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്രഷർ ഡിഫറൻസ് എത്രയാണ് വേണ്ടത്, ഒരു ടയർ നല്ലൊരു ഹെൽത്തി കണ്ടീഷനിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് TPM. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫങ്ഷൻസാണ് TPMൻ്റെ ഫങ്ഷൻസ്. ടു സപ്പോർട്ട് ദ വെഹിക്കിൾ ലോഡ്. ഓക്കെ, രണ്ടാമത് ടു പ്രൊവൈഡ് കുഷൻ അഗെയിൻസ്റ്റ് ഷോക്ക് അബ്സോർബ് ആൻഡ് ഷോക്ക്. അടുത്തത് ടു ട്രാൻസ്മിറ്റ് ഡ്രൈവിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഫോഴ്സ് ടു ദ റോഡ്. ടു പ്രൊവൈഡ് കൺസേണിങ് പവർ ഫോർ സ്മൂത്ത് സ്റ്റിയറിങ്. ഓക്കെ, സ്റ്റിയറിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗ്രിപ്പ് ദ റോഡ് സർഫസ് ഇൻ ദ ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ. അതായത് ഒരു ടയറിനെ നമ്മൾ ഏത് തരത്തിലാണോ നമ്മളതിനെ മോണിറ്റർ ചെയ്യുന്നത്, ആ മോണിറ്റർ ചെയ്യുന്നത് എൻ്റെ വെഹിക്കിൾസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, വിത്ത് സ്റ്റാൻഡ് വെഹിക്കിൾ ലോഡ്. ഓക്കെ, അതൊക്കെ ടയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഡിസൈറബിൾ ടയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സമയത്ത് അതെന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന് നോൺ സ്കിഡിങ് ആവണം. ഓക്കെ, രണ്ടാമത്തത് യൂണിഫോം വിയർ ആവണം. 3 ലോഡ് ക്യാരിയിങ് ആവണം. 4 ക്യൂഷനിങ് ആവണം. 5 പവർ കൺസംഷൻ ആയിരിക്കണം. 6 ടയർ നോയ്സസ് ഉണ്ടാവും. ഇത് ബാലൻസിങ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസൈറബിൾ ടയർ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ടയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ബേസിക് കൺസ്ട്രക്ഷൻ, നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട 3 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ബേസിക് കൺസ്ട്രക്ഷനാണ്. അടുത്തത് യൂസാണ്. അടുത്തത് എബിലിറ്റി ടു റൺ ഫ്ലാറ്റ് ആണ്. അതായത് ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അതിൽ കൺവെൻഷണൽ ട്യൂബ്ഡ് ടയർ ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ഉണ്ട്. കൺവെൻഷണൽ ട്യൂബ്ഡ് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ടയേഴ്സാണ് ഈ കൺവെൻഷണൽ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ട്യൂബ്ലെസ് ടയേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ്ലെസ് ടയേഴ്സാണ്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ട്യൂബ്, കൺവെൻഷണൽ ട്യൂബ് ടയേഴ്സിനെ പറ്റി വരയ്ക്കുമ്പോൾ ട്യൂബ് അതിൻ്റെ കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എക്സാമിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രെഡ്. ഓക്കെ, ട്രെഡ് നമുക്ക് എന്താണെന്ന് അറിയാലോ. ട്രെഡ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പുറത്ത് ഫ്രിക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത് ട്രെഡ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും. നെക്സ്റ്റ് കാർക്കാസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന തരത്തിലുള്ള ഒരു അലൈൻമെൻറ്റാണത്. ദെൻ റിമ്മുണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ വയർ ബീഡുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു ചിത്രം എന്ത് ചെയ്യുക, കൺവെൻഷണൽ ട്യൂബ് ടയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ടയർ സിസ്റ്റത്തിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ ടയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് കൺവെൻഷണൽ ട്യൂബ് ടൈപ്പും ടയറും, അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറും. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഇതിലുള്ളതൊക്കെ. വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ട്യൂബ്ലെസ് ടയറിനെ കുറിച്ച് നോക്കുകയാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണ്. എന്താണ് ട്യൂബ്ഡ് ടയറും ട്യൂബ്ലെസ് ടയറും തമ്മിലുള്ള വ്യത്യാസം? അത് കൃത്യമായിട്ട് നമ്മൾ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, ആ പോയിൻറ്റ്സ് വളരെ ചെറുതാണ്. അപ്പോൾ ഇത് ട്യൂബ്ലെസ് ടയർ പൊസസ് ഫോളോയിങ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ ടയേഴ്സിനെ അപേക്ഷിച്ചുകൊണ്ട് ട്യൂബ്ലെസ് ടയേഴ്സിലേക്ക് എത്തിയ സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു
ഒരു 7 പോയിൻറ്റ്. ഓക്കെ, ലെസ്സർ അൺസ്പ്രങ് വെയിറ്റ്. ഓക്കെ, അൺസ്പ്രങ് വെയിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബെറ്റർ കൂളിംഗ്, ലെസ്സർ റോളിംഗ് റെസിസ്റ്റൻസ്, ഓക്കെ, കംഫർട്ടബിൾ റൈഡ്, സ്ലോവർ ലീക്കേജ് ഓഫ് എയർ, സിംപ്ലർ അസംബ്ലി, ഇംപ്രൂവ്ഡ് സേഫ്റ്റി. അപ്പോൾ എന്തുകൊണ്ടും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ട്യൂബ്ലെസ് ടയറാണ് തന്നെയാണ് എന്തിനൊക്കെ നല്ലത്, കൺവെൻഷണൽ അതായത് കൺവെൻഷണൽ ടയറിനേക്കാൾ നല്ലത് എന്താണ്, ട്യൂബ്ലെസ് ടയേഴ്സാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. നമുക്ക് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. 1 മാർക്ക് ക്വസ്റ്റ്യനിൽ 2 പോയിൻ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി മെറ്റീരിയൽ ഓഫ് ടയേഴ്സാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. മെറ്റീരിയൽ ഓഫ് ടയർ എന്ന് പറയുന്ന സമയത്ത് അത് റബ്ബറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റബ്ബർ ഫോർ ത്രെഡ്. അടുത്ത് നൈലോൺ ഓർ റയോൺ ആണ് നമ്മൾ കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് പാർട്ടും ഉണ്ട്, കോഡ് പാർട്ടും ഉണ്ട്. അതിൽ കോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഹൈ ടെൻസൈൽ സ്റ്റീൽ വയറാണ് ഉള്ളത്തെ ബീഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ള ഏറ്റവും ചാൻസ് ഉള്ളത് ത്രെഡ് പാറ്റേൺസ്. ഓക്കെ, ടയറിൻ്റെ പുറത്തുള്ള നമ്മുടെ കട്ടിങ്സ് കണ്ടിട്ടില്ലേ, ആ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് പോയി ഇടണമില്ല. അതിന് ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ട്, അതിൻ്റെ ത്രെഡ് പാറ്റേൺസ് ഉണ്ട്, ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള 3 പാറ്റേൺസാണ് ഏതൊക്കെ, ഒന്ന് സിമെട്രിക്കൽ പാറ്റേൺ, രണ്ടാമത്തത് അസിമെട്രിക്കൽ പാറ്റേൺ, 3 യൂണി ഡയറക്ഷണൽ പാറ്റേൺ. ഇത് എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ വരച്ച പോലെ തന്നെ, നമ്മൾ വരച്ച് പഠിച്ച പോലെ തന്നെ ഇത് സിമെട്രിക്കൽ, അസിമെട്രിക്കൽ, അതുപോലെ തന്നെ യൂണി ഡയറക്ഷണൽ, ഇത് ചിത്രം വരയ്ക്കാൻ നമുക്ക് അറിയണം. ഓക്കെ, ഇനി അടുത്തത് ഈ സിമെട്രിക്കലിൻ്റെയും അസിമെട്രിക്കലിൻ്റെയും യൂണി ഡയറക്ഷണൽ വളരെ സിമ്പിളായിട്ടുള്ള പോയിൻ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ, നോക്കിയിട്ട് ചെയ്യത്. ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വീൽസാണ്. ഓക്കെ, ആ വീൽസിനെ പറ്റി പറയുന്ന സമയത്ത് വീൽസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഹബ്ബ്, റിമ്മ്, ടയർ, ട്യൂബ്, ഇതടങ്ങുന്നതാണ് എന്ത്, ഒരു വീൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് നമുക്കറിയാം, എന്തൊക്കെയാണ് നമ്മുടെ ഫങ്ഷൻസ് എന്നുള്ളത്. ഈ വീലിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3-4 പോയിൻ്റ്. ഏബിൾ ടു അബ്സോർബ് റോഡ് ഷോക്സ്, അതുപോലെ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ബാലൻസ്ഡ്, ഏബിൾ ടു ഗ്രിപ്പ് ദ റോഡ് സർഫസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീലിൻ്റെ ഫങ്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് വീൽസ് ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, CBRൻ്റെ മെറ്റീരിയലായിട്ട് നമ്മൾ പഠിച്ചതാണ്. പ്രസ്ഡ് സ്റ്റീൽ ഡിസ്ക് വീലുണ്ട്, അതുപോലെ തന്നെ വയർ വീലുണ്ട്. ഓക്കെ, പിന്നെ ഉള്ള ഒന്നാണ് ലൈറ്റ് അലോയ് വീലുണ്ട്. ഓക്കെ, ഈ 3 എണ്ണം ഡിഫറെൻറ്റ് പർപ്പസിലുള്ള വെഹിക്കിൾസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോരോ സ്ട്രാറ്റജീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീൽസ് ഓരോന്നും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസ്ക് വീല് എന്ന് പറയുന്ന സമയത്ത് അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ റോബസ്റ്റ് കൺസ്ട്രക്ഷനാണ്. ഓക്കെ, ഡിസ്ക് വീലിന് അതിൻ്റെ സിംപ്ലിസിറ്റി അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അടുത്തത് ലോവർ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം എന്താ, എക്കണോമിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് പൈസ ചിലവാക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ദെൻ ഈസ് ഇൻ ക്ലീനിങ്, അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ ടയർ അതുപോലെ ഒരു വീല് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലീനിങ് പർപ്പസിൻ്റെ ടൈമിൽ നമ്മളത് വളരെയധികം ഡ്യൂറേഷൻ വരുത്താതെ അതിനെ പെട്ടെന്നായിട്ടത് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പറയുന്നത്. അതുപോലെ തന്നെ വയർ വീലിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചിത്രം വരയ്ക്കുക. ഓക്കെ, ഈ ചിത്രം വരച്ചിട്ട് ഇതിൻ്റെ 3 പാർട്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, ദെൻ അതിൻ്റെ പോയിൻ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്ക് വീലിനെ പറ്റി പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ വയർ വീൽ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. CBR ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട ഒരു ഇതുണ്ട്. നെക്സ്റ്റ് ദ ലൈറ്റ് അലോയ് കാസ്റ്റോർ ഫോർജ്ഡ് വീൽ. ഓക്കെ, അതിൽ നമ്മൾ എന്താണ് ലൈറ്റ് അലോയ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മെറ്റൽസ് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മൾ അലോയ്സ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷനും അതിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഡിസ്ക് വീല് എന്താണെന്ന് ചോദിച്ചിരുന്നു. വാട്ട് ഈസ് ദ ഡിസ്ക് വീൽ എന്നാണ് ചോദിച്ചിരുന്നു. എന്താ എക്സ്പ്ലെയിൻ ദ ഡിസ്ക് വീൽ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ഡിസ്ക് വീൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചെറിയൊരു ഫിഗർ വരയ്ക്കാൻ വേണ്ടി നോക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ഫിഗറാണ്. ഈ ഒരു മെയിനായിട്ടുള്ള ഈ ഒരു പാർട്ടും അതിൻ്റെ ഒപ്പമുള്ള ഈ ഒരു പാർട്ടും മാത്രമാണ് എന്തുള്ളൂ നമുക്ക് വരയ്ക്കേണ്ടതുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടയാളപ്പെടുത്താനുള്ളതാണ്. ഓക്കെ,
അതിൽ റിമ്മുണ്ട്, അതിൽ ഹോൾ ഫോർ വാൾവ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഡിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹോൾസ് ഫോർ കൂളിംഗ് ഉണ്ട്. അതുപോലെ കവർ ഉണ്ട്. നെക്സ്റ്റ് ഹോൾസ് ഫോർ മൗണ്ടിങ് ഉണ്ട്. അടുത്ത് ഹോൾസ് ഫോർ കൂളിംഗ് ഉണ്ട്. അടുത്ത റിമ്മ് വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റിം വിഡ്ത്ത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു 3.5 മാർക്ക് നമുക്ക് കിട്ടും ചിത്രം വരച്ചതിനുള്ള. പിന്നെ ഈ ആകെ ഈ 4-5 സിമ്പിളായിട്ടുള്ള പോയിൻ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, ഡിസ്ക് വീലിൻ്റെ കേസിൽ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ അലോയ് വീൽസുകളെ പറ്റിയിട്ട്. മഗ്നീഷ്യം അലോയ് വീൽസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള കാരണം കൊണ്ട് തന്നെ മഗ്നീഷ്യം അലോയ് വീൽസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അലുമിനിയം അലോയ് വീൽസ്. ഓക്കെ, അലുമിനിയം അലോയ് വീൽസ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതോടൊപ്പം തന്നെ അത് ഈ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. അലുമിനിയം അലോയ് വീൽസിൻ്റെയും മഗ്നീഷ്യം അലോയ് വീൽസിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കുക. അതിലൊരു ഉദാഹരണം പറയുന്നത് മഗ്നീഷ്യം അലോയ്സ് ഹാവ് ഹൈ ഇമ്പാക്റ്റ് ആൻഡ് ഫാറ്റിക് സ്ട്രെങ്ത്. അത് മെറ്റീരിയൽ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും, അലുമിനിയം അലോയ്സ് ഡു നോട്ട് ഹാവ് ഹൈ റെസിസ്റ്റൻസ് ടു വൈബ്രേഷൻ ആൻഡ് ഷോക്ക് ആസ് ഇൻ ദ കേസ് ഓഫ് മഗ്നീഷ്യം അലോയ്സ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. പിന്നെ അലുമിനിയത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് എന്ത്, ലെസ് പ്രോൺ ടു കൊറോഷൻ. അലുമിനിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, കൊറോഷനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ മഗ്നീഷ്യത്തിന് എന്തുണ്ട്, കൊറോഷൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള 4 പോയിൻ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ എക്സാമിന് ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം, നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു. അതിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒന്ന് കൺവെൻഷണൽ സസ്പെൻഷൻ സിസ്റ്റം. ഓക്കെ, അതിന് നമുക്ക് സോളിഡ് ആക്സിൽ സസ്പെൻഷൻ സിസ്റ്റം എന്നും കൂടി പറയാൻ വേണ്ടി പറ്റും. അടുത്തത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതിൽ പിന്നെ അതുപോലെ തന്നെ എയർ സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ റബ്ബർ സ്പ്രിങ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ താഴെ കാണിക്കുന്ന ചിത്രത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം, ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം ഒന്ന് താഴെ കാണുന്നതിനെ. ഇതിന് തൊട്ട് അടുത്ത് കിടക്കുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതുപോലെ ഡിപ്പെൻഡൻറ്റ്, അതും പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണത്തിൻ്റെയും ഇപ്പോൾ ഒരു സസ്പെൻഷൻ സിസ്റ്റം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സസ്പെൻഷൻ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു കല്ല് കയറുന്ന സമയത്ത് ഈ ടയറിലൂടെ ഒരു കല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് പൊങ്ങും. ഓക്കെ, ഇത് അപ്പാവും. അപ്പോൾ നോർമലി ഇതെന്താവണം, ഇത് ഡൗൺ ആവും. ഓക്കെ, അതാണ് അതിന് നമുക്ക് നോൺ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇത് നോൺ ഇൻഡിപെൻഡൻ്റ് ആണ്, നോൺ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെയാണ്. രണ്ട് ആക്ഷൻ എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള രണ്ട് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെയും ആക്ഷൻ ഒരേപോലെയാണ്. അപ്പോൾ ഈ നോൺ ഇൻഡിപെൻഡൻറ്റും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റും അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഏതൊക്കെ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതും ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ലീവ് സ്പ്രിങ് അല്ലേ, നമ്മൾ വലിയ വെഹിക്കിൾസിലൊക്കെ നമ്മൾ കാണുന്ന ലീവ് സ്പ്രിങ്, അതുപോലെ ടാപ്പേർഡ് ലീവ് സ്പ്രിങ്, കോയിൽ സ്പ്രിങ്, ടോർഷൻ ബാർ, പിന്നെ അതുപോലെ തന്നെ റബ്ബർ സ്പ്രിങ് കംപ്രഷൻ, റബ്ബർ സ്പ്രിങ്. ഇനി നോർമലി നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ്, ഹൈഡ്രോളിക് സ്പ്രിങ്, ഇങ്ങനത്തെ കുറേ സ്പ്രിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സസ്പെൻഷൻ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ലീവ് സ്പ്രിങ് ഇപ്രാവശ്യം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണത്. അതിൽ ലീവ് സ്പ്രിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ ഫ്രെയിം സൈഡ് മെമ്പർ മുതൽ അതിൻ്റെ റബ്ബർ ബുഷ് മുതൽ താഴെയുള്ള അതിൻ്റെ ബ്ലേഡ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിത്രം വരയ്ക്കുക, അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 7 പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യാം, അത് നോക്കുക. ഇതിൽ നമ്മൾ ലീവ് സ്പ്രിങ്ങിനെ പറ്റി പറയുമ്പോഴേ ദ സ്പ്രിങ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ലീവ്സ് കോൾഡ് ബ്ലേഡ്സ്. പിന്നെ അതുപോലെ തന്നെ ദ ബ്ലേഡ്സ് വാരിങ് ലെങ്ത്ത്. ഓക്കെ, ദ ബ്ലേഡ്സ് വാരിങ് ലെങ്ത്ത്. പിന്നെ അതുപോലെ തന്നെ ദ ലെങ്തിയസ്റ്റ് ബ്ലേഡ് ഹാസ് ഐ ഓൺ ഇറ്റ് സെൻസ്. അപ്പോൾ അത് ഐയിലാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലേഡ് ഈസ് കോൾഡ് മാസ്റ്റർ ലീഫ്. അത് ആ ടോപ്പിലുള്ള ആ ബ്ലേഡിനെ പറ്റി അതിനെ പറയുന്ന പേരാണ് എന്ത്, മാസ്റ്റർ ലീഫ് എന്ന് പറയും. ഓക്കെ, ഇനി അതിനൊക്കെ ആ ലീഫുകളൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്ട്രാപ്പിനെ നമ്മളെന്ത് പറയും, ക്ലിപ്പ് ഓർ സ്ട്രാപ്പ് എന്ന് പറയുന്നു. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 6-7 പോയിൻറ്റ്സ് ആ ഫിഗറിന് പുറമെ പഠിക്കുക. ഒരു 7 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗറില്ലേ, അതിൽ നമ്മൾ ഉള്ളതിൽ ഇപ്പോൾ ഇവിടെ രണ്ടും സെയിം ആയിരിക്കും. ഇവിടുത്തെ സസ്പെൻഷൻ സിസ്റ്റം രണ്ടും സെയിം ആയിരിക്കും. അത് ഒരേപോലെ, അതായത് അതിൻ്റെ ആക്ഷൻസൊക്കെ ഒരേമാതിരി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിനെ ഫ്രണ്ട് വീൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം, ഓക്കെ, ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. ആ സിസ്റ്റത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റത്തെ വിഷ്ബോൺ ടൈപ്പ് ഓർ പാരലൽ ലിങ്ക് ടൈപ്പാണ്. രണ്ടാമത്തത് മാക്ഫേഴ്സൺ സ്ട്രറ്റ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റമാണ്. അത് മാക്ഫേഴ്സൺ കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. മൂന്നാമത്തത് വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പാണ്. നെക്സ്റ്റ് ട്രെയിലിംഗ് ലിങ്ക് ടൈപ്പാണ്. അഞ്ചാമത്തത് എന്താണ്, സിംഗിങ് ഹാഫ് ആക്സിൽ ടൈപ്പാണ്. ഓക്കെ, അതിൽ ഓരോ ടൈപ്പിൻ്റെയും ഫിഗർ വരച്ചിട്ട് വേണം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ വിഷ്ബോൺ ടൈപ്പ് ഓർ പാരലൽ ലിങ്ക് ടൈപ്പിനെ നമ്മൾ വരച്ചതാണ്. നമ്മൾ CBRൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മളത് വരച്ചതാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം വിത്ത് കോയിൽ സ്പ്രിങ്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. അതായത് ഒരു ടയറിൻ്റെ ഒരു പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ടയറിൻ്റെ വീലിൻ്റെ ഒരു പാർട്ട് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നക്കിളിട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, അതിൽ സ്പ്രിങ്ങൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ സസ്പെൻഷൻ സിസ്റ്റം വരയ്ക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തൊരു മെമ്പർ മാത്രം കാണിച്ചാൽ മതിയാവും. ഓക്കെ, ഇപ്പുറത്തൊരു മെമ്പർ മാത്രം കാണിക്കുക, സസ്പെൻഷൻ സിസ്റ്റം മെയിനായിട്ട് കാണിക്കുക. ദെൻ ഒരു വീലിൻ്റെ ഡ്രമ്മുമായിട്ട് എന്ത് ചെയ്യും, അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വിഷ്ബോൺ ടൈപ്പ് ഓർ പാരലൽ ലിങ്ക് ടൈപ്പിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത്. അതിൻ്റെ ഒരു കുറച്ച് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത് മാക്ഫേഴ്സൺ സ്ട്രറ്റ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫിഗറിൽ നമുക്ക് അത് കൃത്യമായിട്ട് അത് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ പാർട്സ് മൊത്തമായിട്ട് എഴുതുക. അതിൽ എഴുതി കഴിയുക വിഷ്ബോൺ. ഓക്കെ, വിഷ്ബോൺ. ആ വിഷ്ബോൺ എന്ന് പറയുമ്പോൾ ഓൺലി ലോവർ വിഷ്ബോൺസ് ആർ യൂസ്ഡ്. മാക്ഫേഴ്സൺ സ്ട്രറ്റ് ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോവർ വിഷ്ബോൺസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മറ്റുള്ള സസ്പെൻഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പർ വിഷ്ബോൺസുകൾ യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അത് ലോവർ വിഷ്ബോൺസ് മാത്രമാണ് എന്ത് ചെയ്യും, മാക്ഫേഴ്സൺ സ്ട്രറ്റ് ടൈപ്പിൽ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ബോഡി മെമ്പറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ് ഉണ്ട്, അതുപോലെ ഷോക്ക് അബ്സോർബർ ഉണ്ട്, പിന്നെ അതുപോലെ സ്ട്രറ്റ് കണ്ടെയ്നർ ഷോക്ക് അബ്സോർബർ ഉണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫിഗർ വളരെ സിമ്പിളായിട്ട് വരയ്ക്കുകയും അതിൻ്റെ ഒരു കുറച്ച് പോയിൻറ്റ്സ് എഴുതുകയും ചെയ്തിരുന്നെങ്കിൽ എന്താവും, 7 മാർക്ക് കിട്ടിയാനെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മുകളിലുള്ള നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷ്ബോൺ ടൈപ്പ് പാരലൽ ലിങ്ക് ടൈപ്പും കൂടി അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുക. പിന്നെ അടുത്തതായിട്ടുള്ളത് വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പാണ്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഫിഗറുകളാണ്. ഓക്കെ, 2 സസ്പെൻഷൻ സിസ്റ്റം അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. ഉള്ളിലൊരു ക്രോസ് മെമ്പർ ഉണ്ട്, മുകളിലൊരു അപ്പർ സ്പേസിംഗ് റോഡ് ഉണ്ട്, പിന്നെ ഉള്ളിലുള്ള കിങ് പില്ലും കോയിൽ സ്പ്രിങ്ങും ഇവിടെ സ്റ്റിയറിംഗ് നക്കിളുള്ളത്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഇതാണ് വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പ്. 1, 2, 3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പോയിൻറ്റ്സ് ഒരു 4 പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റെബിലൈസർ ബാർ. ഓക്കെ, വാട്ട് ഈസ് എക്സ്പ്ലെയിൻ സ്റ്റെബിലൈസർ ബാർ ആൻഡ് സ്റ്റിയറിംഗ് നക്കിൾ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ സ്റ്റെബിലൈസർ ബാർ എന്ന് പറഞ്ഞ സമയത്ത് അതിൽ നമ്മൾ സ്റ്റെബിലൈസർ ബാറിനെ ഇങ്ങനെയും പറയുന്നുണ്ട്, ആൻറ്റി റോൾ ബാർ ആൻഡ് സ്വേ ബാർ, ഈ 2 പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഓട്ടോമൊബൈൽ സസ്പെൻഷൻ സിസ്റ്റമാണ്. അത് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് സ്റ്റെബിലൈസർ ബാർ. നമ്മളൊരു ബാറായിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി, ഓൾ വെഹിക്കിളിൻ്റെ ബോഡിയുടെ സ്റ്റെബിലിറ്റീനെ നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മെമ്പറിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ആ ബാറിനെയാണ് നമ്മൾ എന്താ പറയുക, സ്റ്റെബിലൈസർ ബാർ എന്ന് പറയുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒരു 3-4 പോയിൻറ്റ്സ് നമ്മളത് നോക്കുക. നമ്മൾ CBRൻ്റെ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് ജസ്റ്റ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നക്കിളിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. സ്റ്റിയറിംഗ് നക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അതിൻ്റെ ഒരു 2 പോയിൻ്റ് അതും എഴുതുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും ജസ്റ്റ് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് അതൊന്ന് നോക്കിയിട്ട് പോവുക. ഇനി അടുത്ത് ടോർഷൻ ബാർ എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ വീൽ മോഷനെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാക്കി കൊടുക്കുക. ഓക്കെ, അതാണ് ടോർഷൻ ബാർ ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോർഷൻ ബാർ എന്താണ്? അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, പാർട്ട് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടോർഷൻ ബാർ. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടോർഷൻ ബാർ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് എഴുതുക, ടോർഷൻ ബാർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ വീൽ മോഷൻ ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഇനി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ് സ്റ്റിയറിംഗ് സിസ്റ്റം. ഓക്കെ, ACTനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫങ്ഷൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ? എന്താണ് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. ഒരു ആംഗുലർ മോഷൻ പ്രൊവൈഡ് ചെയ്യണം. എവിടേക്കാണ്? നമ്മളെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെഹിക്കിൾസിൻ്റെ സ്റ്റെബിലിറ്റിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംഗുലർ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ നടപ്പിലാക്കുന്നത് ആരാണ്? സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. ഓക്കെ, സ്റ്റിയറിംഗ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി പ്രതീക്ഷിക്കാം. ദ അതർ ഫങ്ഷൻസ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റംസ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ടു ടേൺ ദ വെഹിക്കിൾ വെൻ അവർ റിക്വയർഡ്. എപ്പോഴൊക്കെയാണോ നമുക്ക് ടേൺ ചെയ്യാൻ വെഹിക്കിളിന് തോന്നുന്നത് അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിയറിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തത് എന്താ വെച്ചാൽ ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു ദ വെഹിക്കിൾ ഓൺ ദ റോഡ്. റോഡിൽ വെഹിക്കിൾ പോകുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. ഒരുപാട് പാരാമീറ്റേഴ്സ് വേറെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. അടുത്തത് ടു പ്രൊവൈഡ് ട്രൂ റോളിംഗ് മോഷൻ ഓഫ് ദ വീൽ അറ്റ് ഓൾ ടൈംസ്. അതായത് നമ്മൾ ഈ ചില വെഹിക്കിൾസൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വാഗനാറൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടൊരു ട്രൂ റോളിംഗ് മോഷൻ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് അത് റോഡിൽ നമ്മളത് പോണ സമയത്ത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് ഒരു പരിധി വരെ നമുക്ക് ആ സ്റ്റെബിലിറ്റിനെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രൂ റോളിംഗ് മോഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് സെൻറ്ററിങ് ആക്ഷൻ. അത് വലിയൊരു കാര്യമാണല്ലോ. നമ്മൾ ടേൺ ചെയ്ത് അതിൻ്റെ നെഗോഷിയേഷന് ശേഷം അത് സെൽഫ് സെൻറ്ററിലേക്ക് അത് ആക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സ്റ്റിയറിംഗ് സിസ്റ്റമാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ആ സെൽഫ് സെൻറ്ററിങ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദെൻ അടുത്തത് ടു മിനിമൈസ് ടയർ വിയറാണ്. ഓക്കെ, ആ ടയറിൻ്റെ വിയറിങ്ങിനെ മാക്സിമം മിനിമൈസ് ചെയ്യുക. അടുത്തത് ഡ്രൈവേഴ്സിൻ്റെ എഫേർട്ടിനെ എന്ത് ചെയ്യുക? നമ്മൾ മിനിമൈസ് ചെയ്യുക. പിന്നെ അതുപോലെ ടു പ്രിവെൻറ്റ് റോഡ് ഷോക്സ് റീച്ചിങ് ദ ഡ്രൈവർ. അതായത് ഷോക്സിൽ നിന്ന് വരുന്ന റോഡ് ഷോക്സുകളിൽ നിന്നൊക്കെ വരുന്നതിന് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിന് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റിയറിംഗ് മെക്കാനിസംസ് ഉണ്ട്. ഒന്ന് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഉണ്ട്. എന്താണ്? രണ്ടാമത്തത് എന്താണ്? ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം ഉണ്ട്. അതിൽ ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം നമ്മൾ ഈ ഫിഗർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നോർമലി നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ ആ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്രണ്ട് വീല് അതുപോലെ തന്നെ ഈ വീൽസിന് ടേൺ കൊടുത്ത് ഈ ഒരു ഭാഗത്തുള്ള രണ്ടെണ്ണം, അതായത് ലെഫ്റ്റിലും റൈറ്റിലുള്ളതിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു പോയിൻ്റ് കണക്കാക്കിക്കൊണ്ട് ആണ് എന്ത് ചെയ്യണത്? ഇന്നർ വീൽസിൻ്റെ ടേൺസിൻ്റെയും ആംഗിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം പറയണത്. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്താ പറയുക, നമ്മുടെ ഡേവിസ് സ്റ്റിയറിംഗ് സിസ്റ്റം പറയണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് ബുക്കിൽ നോക്കിയിട്ട് അത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി പറയാൻ വേണ്ടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ് ബോക്സസ് ആർ. ഓക്കെ, ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ് ബോക്സസ് ഉണ്ട്. നമ്മൾ ഗിയർ ബോക്സ് എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ സ്റ്റിയറിംഗ് ബോക്സസ് ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോം ആൻഡ് സെക്ടർ ഗിയർ. ഓക്കെ, വോം ആൻഡ് സെക്ടർ സ്റ്റിയറിംഗ് ഗിയർ ഉണ്ട്, വോം ആൻഡ് വീൽ സ്റ്റിയറിംഗ് ഗിയർ ഉണ്ട്, വോം ആൻഡ് നട്ട് സ്റ്റിയറിംഗ് ഗിയർ ഉണ്ട്, വോം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ഉണ്ട്, വോം ആൻഡ് സർക്കുലേറ്റിംഗ് ബോൾ ആൻഡ് നട്ട് ഉണ്ട്, റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ഉണ്ട്. ഇത്രയും സ്റ്റിയറിംഗ് ഗിയറുകൾ ഇതിലുണ്ട്. അതിൻ്റെ ഫിഗറുണ്ട് താഴെ. ഈ ഫിഗറൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കിവിടെ കുറച്ച് പരിമിതികളുള്ള കാരണം കൊണ്ടാണ് ഇതിനെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഇതിൽ ഓരോന്നും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം എഴുതാൻ വേണ്ടി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫിഗറുകളാണ്. ഇതിൽ വോം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലുള്ള രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വോമുണ്ട്, ആ വോമിൻ്റെ റോഡുണ്ട്, ആ റോഡിൻ്റെ ഇതാണ് നമ്മൾ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിൽ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ മുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ വോമുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് താഴെയുള്ളത് റോളറാണ്. ഓക്കെ, ആ റോളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു നക്കിൾ ഷേപ്പുമായിട്ട് ഒരു യു ടൈപ്പ് ക്ലാമ്പ് ഉണ്ട്. അതിനുള്ളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ക്രോസ് ഷാഫ്റ്റ് ഘടിപ്പിച്ചിട്ടുള്ളത്. ആ ക്രോസ് ഷാഫ്റ്റ് ഘടിപ്പിച്ചിട്ടുള്ളതിനെ നമ്മൾ ഡ്രോപ്പ് ആം ഉണ്ട്, ഇപ്പുറത്ത് ഡ്രോപ്പ് ആം ഉണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൊരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ,
അത് കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നെ അതുപോലെ തന്നെ മെയിൻ പാർട്സ് ഓഫ് ദ വോം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ. ഓക്കെ, അതും ഓക്കെ. അതിൻ്റെ താഴത്തേക്ക് പോകുന്തോറും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമുക്ക് നമ്മൾ എടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ആ ഒരു ചിന്ത നമ്മളെല്ലാവരും ഉള്ളിൽ വേണം. ഇതൊന്നും എന്തല്ല നമ്മൾ ഒഴിവാക്കി വിടേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, ഇനി അടുത്തത് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ലീനിയർ മോഷൻ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, അതിൻ്റെ ഒരു റോട്ടറി മോഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ റോട്ടറി മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് റോട്ടറി മോഷൻ ആണെങ്കിൽ അതിനെ ലീനിയർ മോഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ആയിരിക്കും പറ്റും റാക്ക് ആൻഡ് പിനിയൻ സാധിക്കുന്നു. ഇതിൽ അറ്റാച്ച്ഡ് ടു ദ സ്റ്റിയറിംഗ് കോളത്തിലായിരിക്കും ദ പിനിയൻ ഓൾവേസ് റിമൈൻസ് ഇൻ മെഷ് വിത്ത് ക്രാക്ക് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് മെക്കാനിസം തന്നെയാണ്. ഈ ഒരു ഫിഗർ അടക്കം വരച്ച് പഠിക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ അടക്കം വരച്ച് പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം. എക്സ്പ്ലെയിൻ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം. അതിലുള്ള ഒരു പാർട്സ് നോക്കുന്ന സമയത്ത് എന്താണ്, ഒന്ന് സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വീലിൻ്റെ ആക്സിൽ വന്നിട്ട് നമ്മുടെ വീലിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ഷാഫ്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഭാഗം ഒന്ന് മോട്ടറാണ്, പിന്നെ അടുത്തൊന്ന് കൺട്രോളറാണ്, ഒന്ന് സ്റ്റിയറിംഗ് ടോർക്കിൻ്റെ ഒക്കെ സിഗ്നൽസ് വരുന്ന തരത്തിലുള്ള ഒരു ടോർക്ക് സെൻസർ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ സപ്ലൈ വോൾട്ടേജുകൾ വരുന്ന കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സ്റ്റിയറിങ്ങിനനുസരിച്ച് നോർമലി അത് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിക് കൺട്രോളിംഗ് യൂണിറ്റ് അതിനെ സെൻസ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇവിടെ സെൻസർ ഉണ്ട്, ആ സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്യുന്ന സമയത്ത് ഇത്ര ടോർക്ക് അല്ലെങ്കിൽ ഇത്ര ഇതിനനുസരിച്ചിട്ട് അത് ആ പവർ സ്റ്റിയറിംഗ് കൊടുക്കണം. സ്റ്റിയറിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോണിക്കലി അത് എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമുള്ള വർക്കാണ് എന്തിലെടുക്കുന്നത്, ഇലക്ട്രോണിക് പവർ സിസ്റ്റത്തിൽ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കൺട്രോളറുണ്ട്, ആ കൺട്രോളറിലേക്ക് എല്ലാം തന്നെ സപ്ലൈ വോൾട്ടേജാണ് പോകുന്നത്. ആ സപ്ലൈ വോൾട്ടേജ് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചെന്ത് മോട്ടറിലേക്ക് എന്താണോ നമ്മുടെ വർക്ക്, എന്താണോ നമ്മുടെ മെക്കാനിക്കൽ ആക്ഷൻ കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് അത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ടോർക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലുണ്ട്. അതിൽ ഫിഗറും മറ്റുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഈ നോട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നോക്കുക. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് സിസ്റ്റം, അതായത് ലാസ്റ്റത്തെ മൊഡ്യൂളിലെ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം. ഓക്കെ, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് സിസ്റ്റം, ഇത് രണ്ടും തമ്മിൽ ഏകദേശം ഓക്കെയാണ്. പക്ഷേ അതിൽ ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഇതിൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയുന്നത് അതിന് ഹൈഡ്രോളിക്കിൽ, അതായത് ഒരു വീൽ സിലിണ്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു വീൽ സിലിണ്ടർ ഉണ്ടായിരിക്കും. ആ വീൽ സിലിണ്ടറിനകത്തുണ്ടാകുന്ന ആക്ച്വേഷൻ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡ്രമ്മിന് എക്സ്പാൻഷനും അതുപോലെ തന്നെ അതിൻ്റെ കൺട്രാക്ഷനും സംഭവിക്കുക. ഓക്കെ, ഇപ്പോൾ റിയർ സൈഡുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫ്രണ്ട് സൈഡുണ്ട്. അതിൽ ഇത്രയും ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അതിൽ മാസ്റ്റർ സിലിണ്ടർ ഉണ്ടായിരിക്കും. നമ്മൾ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടറിലൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു. ഈ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തിലേക്ക് എത്തും, അത് ഡയറക്റ്റായിട്ട് നേരെ പോകുന്നത് വീൽ സിലിണ്ടറിലേക്ക് പോകുന്നു. വീൽ സിലിണ്ടറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ പാസ്കൽ ലോ, വെനെവർ എ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ എനി ഏരിയ ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റ് ദ പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻ. അങ്ങനെയുള്ള ആ ഒരു പാസ്കൽ ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോളിക് ബ്രേക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വീൽ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഈ വീൽ സിലിണ്ടറിനകത്തേക്ക് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് അതിൻ്റെ ആക്ച്വേഷൻ പോവുകയും അതിലേക്ക് അവിടെ ഒരു പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രമ്മ് കൺട്രാക്ഷനും അതുപോലെ തന്നെ അതിന് എക്സ്പാൻഷനും സംഭവിക്കും. അതിൻ്റെ എക്സ്പാൻഷൻ്റെയും കൺട്രാക്ഷൻ്റെയും ഫലമായിട്ട് ബ്രേക്ക് ഷൂ വന്ന് ലോഡാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുക, നമ്മുടെ ഈ ബ്രേക്കിംഗ് സിസ്റ്റം വർക്കാവുക. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്, അതായത് ദ മെയിൻ പാർട്സ് ഓഫ് ദ ഹൈഡ്രോളിക് ബ്രേക്സ് എന്ന് പറയുന്ന സമയത്ത് എന്ത് പറയാൻ പറ്റും, ഫസ്റ്റത് സ്റ്റീൽ പൈപ്പാണ്, അടുത്തത് എന്താണ് പിസ്റ്റൺ ആൻഡ് പാഡാണ്, അടുത്തത് ഡിസ്ക്കാണ്, അടുത്തത് ഫ്ലെക്സിബിൾ പൈപ്പാണ്, അത് മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ പാർട്സൊക്കെ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തതിന് ശേഷം
അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തരം പോയിൻറ്റ്സുകളൊക്കെ കംപ്ലീറ്റ് എഴുതുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മോസ്റ്റ് ഓഫ് ദ കാർസ്, അതായത് ഇന്നത്തെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ പാർട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ